പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീത പ്രഭാതത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം. നന്ദിയുള്ള ഹൃദയത്തോടെ, വളരെ ആർത്തിയോടെ ദൈവശബ്ദത്തിനായി ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവപാദവിടെ അടുത്തിയെല്ലാം. തിരുവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. നമ്മളവിടെ ഇങ്ങനെ വായിക്കുന്നു: പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക എന്ന് പറഞ്ഞു. തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ യേശു പല സന്ദർഭങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നുണ്ട്. കല്ലറയ്ക്കൽ, മാളികമുറിയിൽ, കടൽക്കരയിൽ, വഴിയിൽ, ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ വ്യത്യസ്തരായവർക്ക് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് തിരുവചനത്തിലൂടെ മനസ്സിലാക്കുവാൻ പറ്റും. ഭയത്തിൻ്റെയും നിരാശയുടെയും ആകുലതകളുടെയും ആകാംക്ഷയുടെയും ഒക്കെ മധ്യത്തിൽ അവൻ പ്രത്യക്ഷനാകുന്നു. സമാന മേഖലകളിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തിന്റെ മധ്യേ ഇന്നും അവന്റെ സാന്നിധ്യം അവൻ അറിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഉദ്ധാനം ചെയ്ത യേശുവിനെ കണ്ട എല്ലാ വ്യക്തികളും പഴയ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തരായി തീർന്നിട്ടുണ്ട്. ജീവിതത്തിന്റെ മേഖലകളിൽ മാറ്റം വരുന്നുണ്ട്. നിരാശയിൽ, തകർച്ചയിൽ വാതിലടച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് ഉള്ളിൽ നിൽക്കുന്ന യേശുവിനെ കാണുവാൻ കഴിയും. ദൈവത്തിന്റെ സാധ്യതകൾക്ക് നേരെ വാതിലടയ്ക്കാൻ നമുക്ക് കഴിയുകയില്ല. കർത്താവിന് നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും പ്രവേശിക്കുവാൻ കഴിയും. യേശു നമുക്ക് വേണ്ടി മുറിവേറ്റതുകൊണ്ട് നമ്മുടെ മുറിപ്പാടുകളെ കഴുകുവാൻ, നമ്മുടെ കണ്ണുനീരൊപ്പുവാൻ, നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ അറിയിക്കുവാനും കഴിവുള്ളവനാണ്. എല്ലാം നൽകുന്നവനായ ദൈവം അവന്റെ സാന്നിധ്യം നമുക്ക് നൽകും, ദിവ്യ സമാധാനം നൽകും, തന്റെ ശക്തി കർത്താവ് നമുക്ക് നൽകും. യേശുവിന്റെ പുനരുത്ഥാനം മൂലം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകി. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്ന ആത്മാവ്, ആശ്വാസപ്രദനായ ആത്മാവ്, കാര്യസ്ഥനായ ആത്മാവ്, നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ആത്മാവ് നമ്മുടെ കൂടെയുണ്ട്. യേശുവിന്റെ മുറിപ്പാടുകൾ പോലും തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലും ശിഷ്യന്മാർക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പം തോമസ് അവരുടെ കൂട്ടത്തിലില്ലായിരുന്നു. അതിനാൽ തോമസ് സംശയാലുവായി. യേശുവിനെ മുറിപ്പാടുകളിൽ കണ്ടില്ലെങ്കിൽ, അത് കണ്ടെങ്കിൽ മാത്രമേ താൻ വിശ്വസിക്കൂ എന്ന് ശഠിച്ചു. യേശു വീണ്ടും പ്രത്യക്ഷനായി തോമസിന് തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, യേശുവിനെ തിരയുന്ന ലോകത്തിന് മുമ്പിൽ കാട്ടാൻ നമ്മിൽ എന്തടയാളമുണ്ടെന്ന് ഒന്ന് പരിശോധിക്കാം. നമുക്ക് വേണ്ടി മുറിപ്പെട്ട അവൻ്റെ കൈകാലുകളും വിലാപ്പുറവും ഇന്നും പാടുകൾ അവശേഷിക്കുന്നത് അതുമൂലം ഒരാളും ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകരുത് എന്നതുകൊണ്ടാണ്. ലോകത്തിന്റെ മുഴുവൻ പാപത്തിന്റെ ഭാരം ഏറ്റുവാങ്ങിയ ശരീരത്തിൽ അത്ര ആഴത്തിലുള്ള മുറിവുകളാണ് ഏറ്റിട്ടുള്ളത്. നാം അവനെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ആ പാടുകൾ ദർശിക്കുവാൻ കഴിയും. എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ എന്ന് പറഞ്ഞ് ദൈവവും ഭാഗെ ഈ പ്രഭാതത്തിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. അനേകർക്ക് ജീവരക്ഷയ്ക്കായി നമുക്കത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിത വഴിയാത്രയിൽ അനേക പാടുകൾ ഇന്നും അവശേഷിച്ചിട്ടില്ലേ? ശരീരത്തിനും മനസ്സിനും ഏറ്റ മുറിപ്പാടുകൾ. അവയിൽ തൊട്ടുകൊണ്ട് ഓരോന്നിനും ദൈവത്തിന് നന്ദി പറഞ്ഞേ അവസരങ്ങളിലൊക്കെ നമ്മൾ അനുഭവിച്ച ദൈവകൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. പൗലോസിന്റെ ജീവിതത്തിൽ ഉണങ്ങാത്ത ഒരു മുറിവുമായി മുമ്പോട്ട് പോയപ്പോഴും താൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകൾ പ്രശംസിക്കുമെന്ന് സന്തോഷത്തോടെ പറയുന്നു. പൗലോസ് പറയുന്ന കർത്താവിൻ്റെ ചൂടടയാളം താൻ വഹിക്കുന്നുവെന്ന്. തൻ്റെ ശരീരത്തിൽ അനേക പാടുകൾ തനിക്ക് കാണിച്ചു കൊടുക്കുവാനുണ്ടായിരുന്നു. ഉദ്ധാനം ചെയ്ത യേശു നമ്മുടെ ഉള്ളിലേക്കും പ്രവർത്തന മണ്ഡലങ്ങളിലേക്കും ഇറങ്ങി വരട്ടെ. മറ്റുള്ളവർ യേശുവിനെ നമ്മിൽ കാണട്ടെ. അവൻ്റെ സൗന്ദര്യം നമ്മളിലൂടെ വെളിപ്പെടട്ടെ. തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പോലെ ആമേൻ, നമ്മളെ കേൾക്കുന്നവർ യേശുവിനെ കേൾക്കത്തക്ക രീതിയിൽ ഇനിയും ഉണങ്ങാത്ത മുറിവുകൾക്കും ദൈവസന്നിധിയിൽ നന്ദി പറയാം, സ്തുതിക്കാം. എൻ്റെ കൃപ നിനക്ക് മതി. ആ വാഗ്ദത്തം നമുക്ക് ഏറ്റുവാങ്ങാം.
ആണിപ്പാടുള്ള കരങ്ങളുടെ ആ സ്നേഹവാത്സല്യമേകുന്ന തലോടൽ എത്ര ആശ്വാസപ്രദമാണ്. മറ്റുള്ളവരെയും ഈ കരവലയത്തിലേക്ക് നമുക്ക് വലിച്ചടിപ്പിക്കാം. ആരും ഈ കൃപ അറിയാതെ പോകരുത്. അനേകർ ജീവനെ സമൃദ്ധമായി അനുഭവിക്കുവാൻ ആണിപ്പാടുള്ള കരവും മുറിവേറ്റ വിലാപ്പുറവും ഇന്നും സാക്ഷ്യമായി നിലകൊള്ളുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്കായി തുളയ്ക്കപ്പെട്ട അങ്ങയുടെ കൈകാലുകൾക്കായി പിതാവേ സ്തോത്രം. അങ്ങയുടെ പുനരുത്ഥാനത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനായും സമാധാനത്തിനായും ആത്മശക്തിക്കായും നന്ദി പറയുന്ന പിതാവേ, തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ച് അനേകർക്ക് ഈ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ കർത്താവ് ഞങ്ങളെ ഉപയോഗിക്കണമേ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്.